ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് റിപ്ലൈ ആയിട്ട് കുറേ പേര് എന്നോട് വന്ന് ചോദിച്ചു, ബ്രോ ഇതെങ്ങനെയാണ് ചെയ്തത്, പ്രോംപ്റ്റ് ഉണ്ടോ, ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഉണ്ടോ. അപ്പോൾ ഈ വീഡിയോ അവർക്ക് വേണ്ടിയുള്ളതാണ്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന സോഫ്റ്റ്വെയർ പ്രീമിയർ പ്രോ, ആഫ്റ്റർ എഫക്ട്സ്, ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചാണ്. ക്യാപ് കട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിലും സെയിം മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത്. ഞാൻ പിന്നെ ആഫ്റ്റർ എഫക്ട്സും പ്രീമിയർ പ്രോ ഉപയോഗിച്ചതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വീഡിയോ ആണ്. അതിൽ കുറച്ച് ലൈറ്റ് എഫക്ട്സും മാസ്കും ചെയ്യേണ്ടി വന്നതുകൊണ്ടാണ് ഈ ആഫ്റ്റർ എഫക്ട്സ് ഉപയോഗിച്ചത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമ്മൾ ടൈം ലൈനിലോട്ട് എടുത്തു വെച്ച വീഡിയോ ആദ്യം ഇടുക. ഞാൻ എടുത്തു വെച്ച വീഡിയോ ഇതാണ്. ക്യാമറ നേരെ സ്ക്രീനിലോട്ട് വരുന്നു. അവിടുന്ന് പേപ്പർ നോക്കുന്നു, ജസ്റ്റ് പെൻ അവിടെ നോക്കുന്നു, അവിടെ നേരെ പെൻ താഴെ പോകുന്നു, അവിടെ നിന്ന് എടുക്കുന്നു, നേരെ തിരിച്ച് എൻ്റെ വെക്കുന്നു. അപ്പം സ്ക്രീനിൽ നിന്ന് റിയാക്ഷൻ വരുന്നു. നമുക്ക് സത്യത്തിൽ ഫുൾ വീഡിയോ വേണ്ട. നമ്മൾ ഈ വീഡിയോയുടെ ഒരു ഭാഗം എത്തുമ്പം നമുക്ക് വേണ്ട ഭാഗം വരുമ്പം പോസ് ചെയ്തിട്ട് ആ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഞാനിവിടെ നല്ലൊരു ഭാഗം നോക്കിയിട്ട് പ്ലേ ഹെഡ് വെച്ചിട്ട് അവിടെ മാർക്കും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ താഴെ ഈ ക്യാമറയുടെ ഒരു ലോ കാണാം. ഇതാണ് പ്രീമിയറിൽ ഫ്രെയിം സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ അതെടുത്ത് കഴിയുമ്പോൾ ഒരു പോപ്പപ്പ് വരും. അവിടെ നിങ്ങൾ റിനെയിം ചെയ്തിട്ട് സേവ് ചെയ്യുക. ക്യാപ് കട്ടിലും ഇതുപോലെ തന്നെ നല്ലൊരു ഭാഗം നിങ്ങൾക്ക് എവിടെയാണ് ആനിമേഷൻ വേണ്ട അവിടെ വെച്ചിട്ട് ആ ഭാഗം സ്ക്രീൻഷോട്ട് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് നമുക്ക് ആനിമേഷൻ ചെയ്തെടുക്കാനാണ്. ഫോട്ടോ ഒന്നുകൂടെ ഗൂഗിളിൽ പോയിട്ട് ഹിക്സ് ഫീൽഡ് അടിക്കുക. ആദ്യം കാണുന്ന സൈറ്റിൽ തന്നെ കയറുക. ഹിക്സ് ഫീൽഡ് അല്ലാതെ വേറെ രണ്ട് സൈറ്റുകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത് പിക്സ്വേഴ്സ് AI, പിന്നെ ഉള്ളത് ക്ലിങ് AI. ഇത് രണ്ടിലും നമുക്ക് ഫ്രീ ആയിട്ട് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ സൈറ്റുകളിലെല്ലാം സൈനപ്പ് ചെയ്താൽ മാത്രമേ ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സൈഡിൽ സൈനപ്പ് ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗൂഗിൾ വെച്ച് സൈനപ്പ് ചെയ്യുക. നിങ്ങളുടെ ഇമെയിലും പാസ്വേഡും അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് കുറേ വിൻഡോസ് വരും. അതെല്ലാം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വിട്ടാൽ മതി. ഇപ്പോൾ നോക്കിയാൽ കാണാം, ആ റൈറ്റ് സൈഡിൽ ഓപ്ഷൻ തുറന്ന് നോക്കുമ്പോൾ ഔട്ട് ഓഫ് ക്രെഡിറ്റ്സ് എന്ന് കാണും. അതവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്ഗ്രേഡ് പ്ലാൻ എന്ന് കാണും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ താഴെയായിട്ട് ഇവിടെ ഏതെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ബാക്ക് അടിക്കുക. അപ്പോഴത്തേക്കും ഒരു 10 ക്രെഡിറ്റ് കയറിയിരിക്കുന്നത് കാണാം. ഈ ക്രെഡിറ്റ് വെച്ച് നമുക്ക് വീഡിയോ ചെയ്യാം. നേരെ വീഡിയോ എടുത്ത് ക്രിയേറ്റ് വീഡിയോ കൊടുക്കുക. അങ്ങനെ കാണാം, നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്ത ഫോട്ടോയും പ്രോംപ്റ്റും എല്ലാം കാണാം. ഞാൻ പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്തെടുക്കുന്നത് ചാറ്റ്ജിപിടി ഉപയോഗിച്ചാണ്. പ്രോംപ്റ്റ് വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കോപ്പി ചെയ്തെടുക്കാം. ജനറേറ്റ് ചെയ്ത വീഡിയോ സേവ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് പ്രീമിയർ പ്രോ എടുക്കാം. ഇത് നേരത്തെ മാർക്ക് ചെയ്ത എൻ്റെ ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ഈ ജനറേറ്റ് ചെയ്ത വീഡിയോ എടുത്ത് ഇതുപോലെ അവസാനം ഇട്ട് നോക്കുക. അപ്പോൾ കാണാം വീഡിയോ എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഒരു വീഡിയോ കൂടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയും കൂടെ ആഡ് ചെയ്യാം. അത് ഞാൻ വേണ്ട ഭാഗം ഇന്നും ഔട്ടും കൊടുത്ത് ട്രിം ചെയ്തിട്ട് ടൈം ലൈനിലോട്ട് എടുത്തിടുവാണ്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ഇതിന് കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആകണമെങ്കിൽ കുറച്ചും കൂടെ ലൈറ്റിങ്ങും കാര്യങ്ങളും ചെയ്തെങ്കിൽ മാത്രമേ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആകത്തുള്ളൂ. അപ്പോൾ ഇനിയാണ് ആഫ്റ്റർ എഫക്ട്സിൻ്റെ യൂസ്. ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒറിജിനൽ റോ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തെ കട്ട് ചെയ്യുകയാണ്. നല്ലൊരു ഭാഗം നോക്കിയിട്ട് കട്ട് ചെയ്ത ക്ലിപ്പ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീപ്ലേസ് വിത്ത് ആഫ്റ്റർ എഫക്ട്സ് കോമ്പോസിഷൻ കൊടുക്കുക. അപ്പോൾ ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ആയിട്ട് വരും. അതിൻ്റെ കൂടെ തന്നെ വീഡിയോയും അതിൽ ആഡായി കാണും. ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ വീഡിയോ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. Ctrl+D ഞെക്കി കഴിഞ്ഞാൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ആകും. താഴത്തെ വീഡിയോ ഈ കണ്ണ് കാണുന്നത് ഹൈഡ് ചെയ്തതിന് ശേഷം ഈ ക്വിക്ക് സെലക്ഷൻ ടൂളുണ്ട്. ഈ മുകളിലുള്ള ടൂൾ ബാറിലുണ്ട് സെലക്ഷൻ ടൂള്. ക്വിക്ക് സെലക്ഷൻ ടൂൾ സെലക്ട് ശേഷം വീഡിയോ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആകും. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ പച്ച കളറിട്ട് ബ്രഷ് ചെയ്യുമ്പോൾ അത് സെലക്ട് ആകും. വേണ്ടാത്ത ഭാഗങ്ങൾ റെഡ് ഇട്ട് കളയാം. റെഡ് ആക്കുന്നതിന് ഓൾട്ട് പ്രസ് ചെയ്താൽ മതി. ഈ റെഡ് കളർ വെച്ച് നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങൾ നമുക്ക് ഇതുപോലെ കളയാം. ഇതുപോലെ ബ്രഷ് വെച്ച് സെലക്ട് ചെയ്തതിന് ശേഷം സ്പേസ് ബാർ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വീഡിയോ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ തുടങ്ങും. അതിനുശേഷം ഫ്രീസ് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ മെയിൻ വിൻഡോയിൽ വീഡിയോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. നമ്മുടെ ഈ താഴത്തെ വീഡിയോ അൺഹൈഡ് ചെയ്യുക. അതിനുശേഷം എഫക്ട്സിൽ ലൈറ്റ് സ്വീപ്പ് എന്ന എഫക്റ്റ് എടുത്ത് ആദ്യം കട്ട് ചെയ്ത് വെച്ച വീഡിയോയുടെ മുകളിൽ കൊണ്ടിടുക. വീഡിയോയുടെ മുകളിൽ കൊണ്ടിടുമ്പോൾ നമുക്ക് കാണാം ഒരു ലൈറ്റ് എഫക്റ്റ് വന്നിരിക്കുന്നത്. അതിൽ ഞാൻ കൊടുത്തിരിക്കുന്ന പോലെ ഇതിൻ്റെ വാല്യൂസ് കൊടുക്കുക. നമുക്ക് ആനിമേഷൻ ചെയ്യാനായിട്ട് ഈ സെൻറ്ററിൽ ആണ് കീ ഫ്രെയിം കൊടുക്കേണ്ടത്. ഫസ്റ്റ് ഫ്രെയിമിൽ കീ ഫ്രെയിം കൊടുത്ത ശേഷം ലൈറ്റ് ബോൾ ഈ തലയുടെ മുകളിൽ കൊണ്ട് വെക്കുക. അതുപോലെ ലാസ്റ്റ് ഫ്രെയിമിൽ കീ ഫ്രെയിം കൊടുത്തിട്ട് ലൈറ്റ് ബോൾ താഴെയായിട്ട് വെക്കുക. അപ്പോൾ നമുക്കൊരു ആനിമേഷൻ കാണാം. ആഫ്റ്റർ എഫക്ട്സ് ഇത് സേവ് ചെയ്തതിന് ശേഷം പ്രീമിയർ പ്രോ വരുമ്പോൾ ഇവിടെ നമുക്ക് കാണാം ആ എഫക്റ്റ് ഇവിടെ വന്നിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ ക്ലിപ്പ് എടുക്കാം.
ഇതുപോലെ റീപ്ലേസ് വിത്ത് ആഫ്റ്റർ കോമ്പോസിഷൻ കൊടുക്കുക. ഇപ്പം ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അനിമാൻ്റെ കണ്ണിൽ നിന്ന് ഒരു ലൈറ്റ് വരുന്നത് പോലെയാണ്. മുൻപ് ചെയ്തതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. രണ്ടാമത്തെ വീഡിയോ ഹൈഡ് ചെയ്യുക. നേരെ ടൂൾ ബാറിൽ ചെന്ന് പെൻ ടൂൾ എടുത്ത് ഇതുപോലെ വരയ്ക്കുക. നമുക്ക് കറക്റ്റായിട്ട് വരയ്ക്കണമെങ്കിൽ ഇവിടെ ഈ മാസ്കിനകത്ത് ഡൗൺ ആക്കി കൊടുക്കുക. ഡൗൺ ആക്കി കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് ട്രാക്കർ ഓപ്ഷനിൽ ട്രാക്ക് ചെയ്യുക. ചില സമയത്ത് ഇത് ട്രാക്കർ വിട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ തിരിച്ച് കറക്റ്റ് വെച്ച ശേഷം വീണ്ടും ട്രാക്ക് ചെയ്യുക. നമുക്ക് ട്രാക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇതുപോലെ രണ്ടാമത്തെ കണ്ണും ജസ്റ്റിൻ്റെ അവിടെ വരുന്ന ലൈറ്റും കൂടെ മാസ്ക് ചെയ്തെടുക്കണം. മാസ്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫക്ട്സിൽ കേർവ്സ് എടുത്തെടുത്തിട്ട് നമ്മൾ ഈ മാസ്ക് ചെയ്ത് വെച്ച ലെയറിൻ്റെ മുകളിൽ കൊണ്ടിടുക. എന്നിട്ട് പ്ലേ ഹെഡ് എടുത്തിട്ട് ഈ 15ാമത്തെ ഫ്രെയിമിൽ കൊണ്ട് വെച്ചതിന് ശേഷം കീ ഫ്രെയിം കൊടുത്തെടുത്തിട്ട് ഫസ്റ്റ് കീ ഫ്രെയിം 0 കൊടുക്കുക. അതിന് 15ാമത്തെ കീ ഫ്രെയിം ഹൈലൈറ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. ഹൈലൈറ്റ് കൂട്ടി കൊടുത്തതിന് ശേഷം 2 കീ ഫ്രെയിം സെലക്ട് ചെയ്തതിന് ശേഷം F9 കീ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മിഷൻ ഓൺ ആയതുപോലെ ഒരു എഫക്റ്റ്. അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു റേ എഫക്റ്റ് കൊടുക്കാനുള്ളതാണ്. റേ എഫക്റ്റ് കൊടുക്കാനായിട്ട് എഫക്ട്സിൽ ലൈറ്റ് റേസ് എന്ന് ടൈപ്പ് ചെയ്യുക. ആ എഫക്റ്റ് രണ്ടാമത്തെ വീഡിയോയുടെ മുകളിൽ കൊണ്ടുവരിക. എന്നിട്ട് 15ാമത്തെ ഫ്രെയിമിൽ ഒരു കീ ഫ്രെയിം കൊടുക്കുക ഇൻറ്റൻസിറ്റിയിൽ. അതിനുശേഷം 30ാമത്തെ ഫ്രെയിമിൽ ഒരു കീ ഫ്രെയിം കൊടുക്കുക. 15ാമത്തെ കീ ഫ്രെയിമിലെ വാല്യൂ 0 ആക്കുക. കീ ഫ്രെയിം 2 സെലക്ട് ചെയ്തതിനു ശേഷം F9 കൊടുക്കുക. അതിനുശേഷം സെൻറ്ററിൽ 30ാമത്തെ ഫ്രെയിമിൽ കീ ഫ്രെയിം കൊടുത്തതിന് ശേഷിട്ട് അയൺമാൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചിട്ട് ലൈറ്റ് ബോളിന് കീ ഫ്രെയിം കൊടുക്കും. ഇത് ഇനി ലൈറ്റ് റേ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് അടുത്ത കണ്ണിനും ഇതുപോലെ മൂവ്മെൻറ്റിനനുസരിച്ച് ലൈറ്റ് ബോൾ സെറ്റ് ചെയ്യുക. നമ്മളങ്ങനെ 2 കണ്ണിലും ലൈറ്റ് സെറ്റ് ചെയ്തു. അതുപോലെ ചെസ്റ്റിലും ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമുക്ക് സേവ് ചെയ്തിട്ട് നേരെ പ്രീമിയർ പോവുക. ഇപ്പം നമ്മൾ ആഫ്റ്റർ എഫക്ട്സ് ചെയ്ത ലൈറ്റ് എഫക്റ്റ് ഇതിനടുത്ത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാം. ഇനി അടുത്തായിട്ട് ഈ ലാസ്റ്റ് വീഡിയോ കൈ കട്ട് ചെയ്ത് എടുത്തിട്ട് ഈ നേരത്തെ വീഡിയോയുടെ ലാസ്റ്റ് കണ്ട ഈ അയൺമാൻ്റെ പോസ്റ്റർ ബാക്കിൽ ആഡ് ചെയ്യാം. അതിനായിട്ട് ലാസ്റ്റ് വീഡിയോ ലാസ്റ്റ് ഫ്രെയിം വന്നിട്ട് നമ്മളിവിടെ നേരത്തെ പോലെ സ്ക്രീൻഷോട്ട് എടുക്കുക. നേരെ ക്യാമറ ഐക്കൺ ഞെക്കി സ്ക്രീൻഷോട്ട് എടുത്ത് അതിൽ സേവ് ചെയ്യുകയാണ്. എന്നിട്ട് നേരെ ഫോട്ടോഷോപ്പിലിട്ടാണ് നമ്മളത് എഡിറ്റ് ചെയ്തത്. അങ്ങനെ നമ്മൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഫോട്ടോയും ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒന്നെങ്കിൽ ലാസ്റ്റ് ടൂൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചോ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് റിമൂവ് ചെയ്യാനാണ്. ഇവിടെ AI വെച്ചാണ് റിമൂവ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഹാൻഡ് റിമൂവ് ചെയ്ത ഒരു ഇമേജ് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്തുള്ളത് ഈ ബുക്കിലെ ഷാഡോ മാത്രം ഒന്ന് കളയാനാണ്. അതിന് ക്ലോൺ സ്റ്റാമ്പ് ടൂൾ എടുത്ത് ഓൾട്ട് പ്രസ് ചെയ്ത് നമുക്ക് പതുക്കെ ഇതുപോലെ ബ്രഷ് ചെയ്ത് കളയാം. അങ്ങനെ നമ്മൾ ഷാഡോ എല്ലാം റിമൂവ് ചെയ്ത് നല്ല ക്ലീൻ ഫോട്ടോ ആക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഫയലോട്ട് സേവ് ചെയ്ത് വെക്കാം. അങ്ങനെ നേരെ ആഫ്റ്റർ എഫക്ട്സ് എടുക്കാം. അങ്ങനെ ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ആക്കി ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യേണ്ട വീഡിയോ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്വിക്ക് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് മുമ്പ് ചെയ്ത പോലെ പച്ച ബ്രഷ് ഇട്ട് സെലക്ട് ചെയ്ത് എടുക്കാം. അങ്ങനെ നമ്മൾ വീഡിയോ കട്ട് ചെയ്ത് ഫ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്ത ആ ഫോട്ടോ എടുത്ത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്യും. ഫോട്ടോ ഞാൻ ആഫ്റ്റർ എഫക്ട്സ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നമുക്ക് പേര് റിനെയിം ചെയ്തിട്ട് താഴത്തെ ലെയർ ഉണ്ടാക്കാം. ഞാനിപ്പോൾ കാണാം ഇത് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഈ ബാക്ക്ഗ്രൗണ്ടിൽ മൂവ്മെൻറ്റ് എടുക്കാൻ വികള് 1,8 എന്ന് കൊടുക്കുക. അപ്പോൾ കാണാം ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് കടന്ന് മൂവ്മെൻറ്റ് ചെയ്യുന്നത്. അതിനകത്തോട്ട് നമുക്കൊരു ലൈറ്റ് റേസ് കൂടെ ആഡ് ചെയ്യാം. നേരെ റൈറ്റ് സൈഡിലെ കണ്ണോട്ട് വെക്കുകയാണ്. അടുത്തതായിട്ട് നമുക്കൊരു ഡ്രോപ്പ് ഷാഡോയും കൂടെ ആഡ് ചെയ്യാം. ഡ്രോപ്പ് ഷാഡോയും കൂടെ ആഡ് ചെയ്തു. സേവ് ചെയ്തിട്ട് പ്രീമിയർ പ്രൊയിലോട്ട് പോകാം. നമ്മൾ ചെയ്ത വീഡിയോസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ ഓവർലൈസും കൂടെ ആഡ് ചെയ്യാം.
അതിന് മുന്നേ ആയിട്ട് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യാം. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന തുളസി എന്ന ബീജമാണ് ആഡ് ചെയ്യുന്നത്. ഹൈപ്പ് കയറുന്ന ഒരു ഭാഗമാണ്, അവിടെ കൊണ്ട് കട്ട് ചെയ്തിട്ട് അയൺമാൻ തിരിയുന്നതിൻ്റെ അവിടെ ഈ പാട്ട് കൊണ്ടുവന്നിടാം. പാട്ട് പ്ലേസ് ചെയ്തത് കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് വീഡിയോ. പാട്ടിൻ്റെ ഈ ബാക്കി കിടക്കുന്ന ഈ പാട്ട് കട്ട് ചെയ്ത് കളയാം. അടുത്തതായിട്ട് നമുക്ക് സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടതെന്ന് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമുക്ക് വേണ്ട സൗണ്ട് എഫക്ട്സ് ഇന്നും ഔട്ടും കൊടുത്ത് ഞാൻ നേരെ ടൈമിലോട്ടിട്ട് എടുത്തിട്ട് വേണം. ഓടിച്ചിടുവാണ്. ഈ സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്ത ശേഷം ഓവർലൈസ് ആഡ് ചെയ്യാം. അങ്ങനെ സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്യുന്നത് ഓവർലൈസ് ആഡ് ചെയ്യാം. അടുത്തത് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഫ്ലിക്കർ ഓവർലേ ആണ്. ഓവർലേ എടുത്ത് ടോപ്പിൽ കൊണ്ടുപോയിടാം. എന്നിട്ട് എഫക്ട്സ് കൺട്രോളിൽ ഒപ്പാസിറ്റി ബ്ലെൻഡ് മോഡ് സ്ക്രീനാക്കി ഇടുക. അടുത്ത് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് പാർട്ടിക്കിൾ ഓവർലേ ആണ്. മുൻപേ ചെയ്തതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ടോപ്പിൽ കൊണ്ടിടുക. അതിനുശേഷം എഫക്ട്സ് കൺട്രോളിൽ ബ്ലെൻഡ് മോഡ് സ്ക്രീനാക്കി ഇടുക. ഈ പാർട്ടിക്കിൾ ഓവർലേ ആഡ് ചെയ്യുന്നത് സ്ക്രീൻ ബ്രേക്ക് വരുന്ന ഒരു പാർട്ടുണ്ട്, അവിടെ ആയിട്ടാണ്, ആ ഫ്രെയിമിലാണ് കൊണ്ടുവരുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഒരു ലൈറ്റ് ബേൺ ട്രാൻസിഷൻ ഓവർലേ നമുക്ക് ആഡ് ചെയ്യാം. ലാസ്റ്റ് ഫ്രെയിമിലോട്ട് ഒരു ട്രാൻസിഷനായിട്ട് ഇടുന്നത്, അതും മുമ്പ് ചെയ്തതുപോലെ ടോപ്പിൽ കൊണ്ടിട്ടിട്ട് ബ്ലെൻഡ് മോഡൽ സ്ക്രീനിലേക്ക് ഇടാം. അടുത്ത ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഗ്ലിച്ച് ഓവർലേ ആണ്. അത് മുമ്പ് ചെയ്തതുപോലെ തന്നെ നല്ലൊരു ഭാഗം നോക്കി കട്ട് ചെയ്തെടുത്ത് ടൈം ലൈനിലോട്ട് കൊണ്ടിടുകയാണ്. അതും റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ബ്ലൂ ലൈറ്റ് ഓവർലേ കൂടെ ആഡ് ചെയ്യണം. അത് ഞാൻ ആഡ് ചെയ്യുന്നത് ലാസ്റ്റ് വീഡിയോയിലാണ്. ഇതും ബ്ലെൻഡ് മോഡ് സ്ക്രീനാക്കി ഇടുക. നിങ്ങൾക്ക് കാണാം കയ്യിലൊരു ലൈറ്റ് എഫക്ട്സ് വന്നത്. ഇനി നമുക്കൊരു കീ ഫ്രെയിം കൊടുക്കാം. സ്കെയിലിൻ്റെ പൊസിഷനിൽ കീ ഫ്രെയിം കൊടുത്തിട്ട് ഫസ്റ്റ് ഫ്രെയിമിൽ സൈസ് 100 ആക്കിയിട്ട് ലാസ്റ്റ് ഫ്രെയിമിൽ ഓവർലേയുടെ സൈസ് ഇൻക്രീസ് ചെയ്യുക. നന്നായിട്ട് മാക്സിമം സ്കെയിൽ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം വെളിച്ചം കൂടി കഴിഞ്ഞിട്ട് ഇപ്പം നമ്മുടെ വീഡിയോ ഏകദേശം റെഡിയായി. ഇനി ഇതിനകത്ത് കുറച്ച് കളർ ഗ്രേഡിങ് കൂടി ചെയ്താൽ മതി. പ്രൊജക്ട് പാനലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ഐറ്റം എടുത്തിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ആഡ് ചെയ്യാം. എന്നിട്ട് ടൈം ലൈനിലോട്ട് കൊണ്ടിടാം. ലൈറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ വീഡിയോ റെഡിയാവും. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേര് മെസ്സേജ് ചെയ്തിരുന്നു, അവർക്ക് ആർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല. നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് റിപ്ലൈ ചെയ്യാൻ ഓർത്ത്, അതുകൊണ്ടാണ് ആർക്കും റിപ്ലൈ ചെയ്യാൻ കുറേ പേര് പ്രോംപ്റ്റ് ചോദിച്ചാൽ. ആദ്യമായിട്ടാണ് ഇതുപോലെ ട്വിറ്റർ വീഡിയോ ചെയ്ത് അതിൻ്റെ പോരായ്മ നമുക്ക് കാണും. അങ്ങനെ നമ്മുടെ വീഡിയോ റെഡി ആയിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ട്യൂട്ടോറിയൽ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.